രൂപതയുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങളിലേക്ക് സമർപ്പിക്കുക. അവരുടെ പഠന മേഖലകളിലേക്ക് സമർപ്പിക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രകാശവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന മക്കളെയും +2 പരീക്ഷ എഴുതുന്ന മക്കളെയും സമർപ്പിക്കുക. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുടെ ഉണ്ടാവുകയും അവർ പഠിക്കുന്ന വിഷയങ്ങൾ അതാത് സമയം എഴുതി അവരെ ഉന്നത വിഷയം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. അവരെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് അവരെ സമർപ്പിക്കാം. മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം കാര്യങ്ങൾക്ക് യുവത്തെ സൂചിക്കാം. നിങ്ങൾ എന്നോടുകൂടെ 1 മണിക്കൂർ നേരമെങ്കിലും ഉറക്കമടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കുകയോ എന്ന് ശിഷ്യരോട് ചോദിച്ച കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ കഥാനുഭവ രാത്രിയിൽ ഗെത്സമനേ വെച്ച് അങ്ങ് അനുഭവിച്ച ദുഃഖത്തിന്റെ ഓർമ്മയ്ക്കായി ഭക്തിയാദരവോടെ അങ്ങേ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദിവ്യീശോയെ, അങ്ങേ അഭയത്തിലും സൂക്ഷ്മത്തിലും അങ്ങേ ആഴമേറിയ കാരുണ്യത്തിലും ദേവാലയങ്ങളിലെ എല്ലാ BCC കൂട്ടായ്മയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹം തടവിൽ എന്നും നിലനിർത്താനുള്ള കണ്ണുണ്ടാകണമേ. അങ്ങനെ BCC ഭാരവാഹികൾ ഓരോരുത്തരും അങ്ങേ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് അങ്ങേ വചനത്തിൽ ശക്തി ആർജിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനേ. ക്രിസ്തുവാകുന്ന കടക്കലിൽ പണിയപ്പെട്ട സഭയുടെ കരുത്തും ഊർജവും BCC നൽകുകയും ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ ബലഹീനരാണ് തമ്പുരാൻ. അങ്ങേ അനുഗ്രഹത്തിനായി അങ്ങേ സന്നിധിയെ അനുഗ്രഹിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും വിവേകത്തോടെ സംസാരിക്കുന്നതിനും ദൈവചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അതുവഴി സഭയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള കരുത്ത് നൽകി ഓരോരോ BCC ഭാരവാഹികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ താഴ്മയായിരുന്നു അപേക്ഷിച്ചു.